വേദിയിലേക്ക് നമ്മൾ ആഗ്രഹിച്ചിരുന്ന നമ്മുടെ നാടിന്റെ സ്വപ്നമായ നമ്മുടെ ബഹുമാനായ MLA നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രിയപ്പെട്ട നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാടിന്റെ വികസനം ഈ നാട് ആഗ്രഹിക്കുന്നതിന് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. വളരെ ശ്ലാഘനീയമായ വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് മലയാളപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്നത്. കേരളത്തെ ദിശാബോധത്തിലേക്ക് നയിക്കുന്ന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. പ്രത്യേകത, നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളാണ് നമ്മുടെ സമൂഹത്തിൽ അവിടെ ഇവിടെയായിട്ടുള്ളത്. അവിടെ ഈ നാട്ടിലെല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, ഈ നാട്ടിലെ ഒന്നിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിനാണ് ഞാനും നിങ്ങളും മുമ്പോട്ട് ഇറങ്ങേണ്ടത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥര്, ഇവിടുത്തെ ജനപ്രതിനിധികൾ, ഈ നാടിന്റെ വൈവിധ്യമായ ആവശ്യങ്ങളിൽ അവരോടൊപ്പം നിന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. അങ്ങനെ നമ്മൾ ഒന്നിച്ച് ഒരു സമൂഹത്തെ കെട്ടുപണിയുവാനുള്ള ഒരു വലിയ പോരാട്ടത്തിലാണ്. അവിടെ നമുക്ക് മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും എല്ലാ അതിർവരമ്പുകളും നമ്മൾ ഭേദിക്കുകയാണ്. ഒരു സാമൂഹിക സമുദ്ധാരണ സോമയാഗത്തിന് വേണ്ടി ഞാനും നിങ്ങളും ഒരുങ്ങുകയാണ്. അങ്ങനെ ഈ ബ്ലോക്ക് പഞ്ചായത്തിലൂടെ നടത്തുന്ന ഒട്ടനവധി ജനകീയ വികസന പ്രവർത്തനങ്ങൾ തുടരട്ടെ. ഒരു MLA എന്നുള്ള നിലയിൽ മുഴുവൻ സമയവും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. എല്ലാവർക്കും വളരെ സന്തോഷമായി. ആ സ്കൂട്ടർ കിട്ടിയ 4 പേരും ഇവിടെയുണ്ട്. അവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു, അവർക്ക് സ്കൂട്ടർ വാങ്ങിയതിൽ. 2025-26 പ്ലാൻ ഫണ്ട് അനുസരിച്ച് കഴിഞ്ഞ ടേമിലെ കമ്മിറ്റി അംഗങ്ങൾ ഈ പദ്ധതി രൂപീകരിച്ചതാണ്. ഡിസബിൾഡ് ആൾക്കാർക്ക് ട്രൈ സ്കൂട്ടർ വിതരണം. അതിൻ്റെ തലേ പ്രാവശ്യം ഞാൻ പ്രസിഡന്റ് ആയിരുന്നപ്പം കുറേ സ്കൂട്ടർ കൊടുത്തു. ഇത് 4 അല്ല, ഒരു 5, 10, 12 സ്കൂട്ടർ കൊടുത്താണെന്ന് എൻ്റെ ഓർമ്മ. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം 4 എണ്ണമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഈ വർഷം ഞങ്ങൾ ഭരണത്തിൽ കയറിയപ്പോൾ തന്നെ ഈ സ്പില്ലോവർ പ്രൊജക്റ്റുകളെല്ലാം സജീവമാക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒന്നായിട്ട് നിന്ന് പരിശ്രമിച്ചു. CDPO സത്യത്തിൽ ഇസ്മയിൽ സ്വാഗതം പറഞ്ഞപ്പോൾ എടുത്തു പറയുകയുണ്ടായി CDPOയുടെ കാര്യം. CDPO പഴയ രീതി അനുസരിച്ച് തണുപ്പായിരുന്നു. ഞങ്ങളൊക്കെ എന്നും വഴക്കൊക്കെ ഉണ്ടാക്കി. ഏതായാലും CDPO വളരെ സജീവമായിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം നമുക്ക് ഈ ട്രൈ സ്കൂട്ടർ വിതരണം ചെയ്യുവാൻ സാധിച്ചത്. ഈ ഭരണസമിതിയുടെ തുടക്കം മുതലുള്ള ഇച്ഛാശക്തിയാണ് ഈ പദ്ധതി ഏറ്റെടുത്ത് ഉടനെ തന്നെ തുടക്കത്തിൽ തന്നെ, പ്രത്യേകിച്ച് നമുക്കറിയാം പെരുമാറ്റ